മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഗോവിന്ദച്ചാമിയെ തെളിവെടുപ്പിനായി സെൻട്രൽ ജയിലിൽ എത്തിച്ചു. തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ പോലീസ്. തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കും. വാർത്തകളുടെ കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും ജോസഫ് അഗസ്റ്റ്യൻ ചേരുന്നുണ്ട്. ജോസഫ് അഗസ്റ്റ്യൻ, രാവിലെ പോയൊരു പ്രതിയാണ്. ഏകദേശം 10 മണിക്കൂറിന് ശേഷമാണ് ഗോവിന്ദച്ചാമി കിണറ്റിൽ നിന്ന് പൊങ്ങി എന്ന് വേണം പറയാൻ. സെൻട്രൽ ജയിലിലേക്ക് ഗോവിന്ദച്ചാമിയെ എത്തിക്കും. തെളിവെടുപ്പ് പൂർത്തിയാക്കാനുള്ള നടപടികളൊക്കെ നിലവിൽ ആരംഭിച്ചോ? മറ്റ് വിശദീകരണങ്ങൾ എന്തൊക്കെയാണ്? രേണുക, അല്പസമയം മുമ്പാണ് കണ്ണൂർ സെൻട്രൽ പ്രിസൺ കറക്ഷൻ ഫോമിലേക്ക് ഗോവിന്ദച്ചാമിയെ എത്തിച്ചത്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ടൗൺ പോലീസ് വീണ്ടും സെൻട്രൽ പ്രിസണിലേക്ക് ഗോവിന്ദച്ചാമിയെ എത്തിച്ച്. ഏറെ വിവാദമായ സൗമ്യ കൊലക്കേസിലെ പ്രതി ഇന്ന് പുലർച്ചെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ വലിയ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടത്. ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പരിശോധനയുമായി പോലീസ് മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്രയും വലിയ മതിലും ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളും എങ്ങനെയാണ് ഇയാൾ മറികടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല, അംഗപരിമിതനായ ഒരാൾ ഇത്ര വൈദഗ്ധ്യത്തോടെ പുറത്തിറങ്ങുന്നതിൽ പുറത്തുനിന്നോ അകത്തുനിന്നോ ആരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് പോലീസിനെ വട്ടം ചുറ്റിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഇയാളുടെ വൈദ്യ പരിശോധനയൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ ജയിലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തെളിവെടുപ്പ് ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് തന്നെ ഇയാളെ തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന സാധന സാമഗ്രികൾ, ഇയാൾ എത്രത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തത് എന്നും മറ്റുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഗോവിന്ദച്ചാമിയിൽ നിന്ന് ഇപ്പോൾ പോലീസ് ആരായുന്നത്. ഇതിനുവേണ്ടി 2 മാസത്തിലധികമായി ഇയാൾ പ്ലാനിങ് നടത്തിയിരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് കിട്ടുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഇതിനുവേണ്ടി സാധന സാമഗ്രികൾ അടക്കം ഇയാൾ ശേഖരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു സഹ തടവുകാരനുമായി കൂടിയാലോചിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ജയിൽ ചാടിയതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും മറ്റു കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസും വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും പോലീസിന്റെയും ജയിൽ വകുപ്പിന്റെയും ഭാഗത്ത് നിന്ന് ഒരു ഗുരുതര വീഴ്ച ഉണ്ടായതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 10-ാം ബ്ലോക്ക് എന്ന് പറയുന്ന അതീവ സുരക്ഷയുള്ള മേഖലയാണ്. ഈ അതീവ സുരക്ഷയുള്ള മേഖലയിൽ നിന്ന് ഇത്തരത്തിൽ ഇയാൾ എങ്ങനെ ജയിൽ ചാടി എന്നുള്ളത് വളരെ ആശ്ചര്യകരവും അവിശ്വസനീയമായ കാര്യവുമാണ്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ ഇയാൾക്ക് മറ്റ് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. പ്രാഥമികമായി ഈ അന്വേഷണത്തിൽ അല്ലെങ്കിൽ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയ 4 ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂടിയാലോചനകൾ, സുരക്ഷയുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളെല്ലാം പോലീസ് കാര്യക്ഷമമായി പരിശോധിക്കുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസിനെ അക്ഷരാർത്ഥത്തിൽ വട്ടം ചുറ്റിച്ച മണിക്കൂറായിരുന്നു ആദ്യത്തെ 5-6 മണിക്കൂറുകൾ എന്ന് പറയാൻ. ഈ ജയിൽ പുള്ളി ചാടിയതിനു ശേഷം, അതായത് പുലർച്ചെ 1 മണിയോടുകൂടി ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ 7 മണിയുടെ അടുത്ത സമയത്താണ് പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്ന ഇയാൾ ജയിൽ ചാടിയെന്നും ഈ ജയിൽ ചാടിയ സ്ഥലം അടക്കം കണ്ടെത്താനായത്. അതിനുശേഷം വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ അതുപോലെ തന്നെ അതിർത്തി സംസ്ഥാനങ്ങൾ, ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലൊന്നും തന്നെ ഗോവിന്ദച്ചാമിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഇത്തരത്തിൽ മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കണ്ണൂരിലുള്ള ആളുകൾ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് വലിയ ജാഗ്രതയിലായിരുന്നു. പിന്നീട് ഇത്തരത്തിൽ ഒരാൾ നടന്നു പോകുന്നതുകൊണ്ട് എടാ ഗോവിന്ദച്ചാമി എന്ന് വിളിക്കുകയും ഇയാൾ തിരിഞ്ഞോടുകയും ചെയ്യുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ രൂപരേഖ കിട്ടുകയും അയാൾ കണ്ണൂർ വിട്ടു പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് ആ പ്രദേശം, അതായത് നഗരമധ്യത്തിലെ ഒരു ആളൊഴിഞ്ഞ കെട്ടിട സമുച്ചയത്തിന് സമീപത്തുള്ള ഒരു പ്രദേശത്ത് നിന്നാണ് അന്വേഷണത്തിനൊടുവിൽ ഇയാളെ കണ്ടെത്തിയത്. ഈ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ ഇയാൾ ഒരു കിണറ്റിലേക്ക് ചാടുകയുമായിരുന്നു. കിണറിന്റെ വള്ളിയിൽ തൂങ്ങി നിന്ന് ഇയാളെ പോലീസ് അതിസാഹസികമായി പിടികൂടുകയായിരുന്നു. എന്തായാലും ഇയാൾ അതിവിദഗ്ധനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇയാളെ കുറിച്ച് പല ഇത്തരത്തിൽ തടവുകാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പോലീസുകാർ അടക്കമുള്ള ആളുകൾ സൂചിപ്പിക്കുന്ന ഇപ്രകാരമാണ്. അതായത് ഓടുന്ന ട്രെയിനിൽ നിന്ന് മറ്റൊരു ട്രെയിനിലേക്ക് ചാടിക്കയറാൻ വൈവിധ്യമുള്ള ഒരു കുറ്റവാളിയാണ് ഇയാൾ. അത്രയ്ക്കും ഈ ശാരീരിക ക്ഷമതയുള്ള ആളാണ്. നേരത്തെ നമ്മൾ കണ്ടിരുന്നതാണ്. ഇത്തരത്തിൽ ഇയാളുടെ നേരത്തെ കുറെ കൂടി തടിച്ച ശരീരപ്രകൃതി ആയിരുന്നെങ്കിൽ ഇയാൾ ഈ ജയിൽ ചാട്ടത്തിന് വേണ്ടി സ്വയം തയ്യാറെടുക്കുകയായിരുന്നു. ശരീരഭാരം കുറയ്ക്കുകയും രൂപമാറ്റത്തിന് വേണ്ടി ഷേവ് അടക്കം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പോലീസിന്റെ ഭാഗത്തും ഗുരുതര വീഴ്ചകൾ സംഭവിച്ചതായി പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ പോലീസ് പുറത്തുവിട്ട ഫോട്ടോയിൽ നമ്മൾ കണ്ടതാണ്.
ഒരു വെളുത്ത കുപ്പായമിട്ട് താടി ട്രിം ചെയ്ത ഒരാളുടെ ഒരു ഫോട്ടോയാണ് പുറത്തുവിട്ടത്. പക്ഷേ അയാളുടെ യഥാർത്ഥ രൂപം കണ്ടപ്പോൾ അയാൾ താടിയൊക്കെ വളർത്തി ഉള്ള ഒരു രൂപമാണ് നമുക്ക് നേരിട്ട് ദൃശ്യമായത്. അങ്ങനെ ഇതിൽ പോലീസിനും വലിയ രീതിയിലുള്ള ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. സുരക്ഷ ഒരുക്കുന്നതിൽ, പ്രതിയെ സംരക്ഷിക്കുന്നതിൽ അടക്കം പോലീസിന് ഗൗരവപൂർവമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ അതുകൊണ്ട് തന്നെയായിരിക്കും പ്രാഥമികമായ അന്വേഷണത്തിനൊടുവിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വിധേയമാകേണ്ടി വന്നു. എന്തായാലും എത്രയും വേഗം തന്നെ ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനം. രേണുക. അതെ ജോസഫ്, അതോടൊപ്പം തന്നെ 2 മാസം മുമ്പ് തന്നെ ഇയാൾ ഈ ജയിൽ ചാടാനുള്ള എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്തു എന്ന് പറയുമ്പോഴും പ്രത്യേക സെല്ലിൽ കഴിയുന്ന ഒരു കൊടും ക്രിമിനലിനെ നോക്കുമ്പോൾ ആ ജയിൽ സൂപ്രണ്ട് അടക്കമുള്ളവരുടെ ഒരു വീഴ്ച ഇവിടെ വളരെ വലുതാണ്. കാരണം ഇങ്ങനൊരാളെ ഒരു 14 വർഷം എടുത്തിരിക്കുന്നു ഈ ഒരു കേസിൽ നിന്നും ഇയാൾ പുറത്തു ചാടാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോഴും ഇത്രയും കൊടും ക്രിമിനലായ ഒരു വ്യക്തിയെ പൂർണ്ണമായും നിരീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ ആ പോലീസുകാരുടെ ഒരു സുരക്ഷാ വീഴ്ചക്കുറവ് ഇവിടെ വളരെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ശരീരഭാരം കുറയ്ക്കുകയാണെങ്കിലും അതോടൊപ്പം തന്നെ അയാൾ വെയിറ്റ് കുറച്ചു, അല്ലെങ്കിൽ ഗോവിന്ദച്ചാമി ശരീരഭാരം കുറച്ചു എന്ന് പറഞ്ഞാലും ഒറ്റക്കയ്യൻ എന്നറിയപ്പെടുന്ന ഗോവിന്ദച്ചാമി ശരീരഭാരം കുറച്ചാലും കരുത്തുറ്റ ഒരു മനുഷ്യനായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ആ ആരോഗ്യം വെച്ച് അയാൾ മതിൽ ചാടിക്കടക്കുന്നതിനൊപ്പം മറ്റ് സഹായികൾ ഉണ്ടോ എന്നൊരു സംശയം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും മറ്റ് നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ടോ? ഇതിനകത്ത് എടുത്തു ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയാളെ പ്രത്യേക ഒരു സെല്ലിലേക്ക് മാറ്റുന്നു അല്ലെങ്കിൽ പ്രത്യേക ഒരു ജയിലിലേക്ക് എത്തിക്കുന്നു എന്നൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ നടപടികൾ എവിടം വരെയായി ജോസഫ്? എത്രയും വേഗം നടപടിക്രമങ്ങൾ, അതായത് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വിയ്യൂർ ജയിലിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 2 മാസക്കാലമായി ഇയാൾ ഈ ജയിൽ ചാട്ടത്തിന് വേണ്ടിയിട്ടുള്ള മാനസികവും ശാരീരികവുമായ തയ്യാറെടുപ്പുകളിലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ജയിലുമായി ബന്ധപ്പെട്ട കൃത്യമായ രൂപരേഖ മനസ്സിലാക്കുകയും ഇവിടെ ഏത് ഭാഗങ്ങളിലാണ് സുരക്ഷാ വീഴ്ച ഉള്ളതെന്ന് മനസ്സിലാക്കി അതിനുശേഷമാണ് ഇയാൾ ഇത്തരത്തിൽ ജയിൽ ചാടാൻ പ്ലാൻ ചെയ്തത്. ഇതിനുവേണ്ടി ഇയാൾ നീളമുള്ള ഇത്തരത്തിൽ ഈ തുണികളും മറ്റും സംഘടിപ്പിക്കുകയുണ്ടായി. ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് തടവുകാരനുമായി ഇത്തരത്തിൽ കൂടിയാലോചനകൾ നടത്തി എന്നുള്ള നിർണായക വിവരം കൂടി ലഭിക്കുന്നുണ്ട്. രേണുക ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ജയിൽ ജീവനക്കാർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് 100% ഉറപ്പിച്ച് പറയാം. അതീവ സുരക്ഷ ഉറപ്പാക്കിയിട്ടുള്ള ഒരു സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിൽ ഇത്തരത്തിൽ അതീവ ഗുരുതര സ്വഭാവത്തിന് ശിക്ഷിക്കപ്പെടുന്ന ഒരു പ്രതി അയാളുടെ സെല്ലിൽ നിന്ന് കമ്പി വളച്ച് പുറത്തു കടക്കുകയും അവിടെ നിന്ന് 10 മീറ്റർ നീളമുള്ള ഒരു മതിൽ ചാടിക്കടക്കുകയും അതിൽ നിന്നും വേറൊരു മതിൽ ചാടിക്കടക്കുകയും ഇലക്ട്രിക് ഫെൻസിങ്ങിലൂടെ നുഴഞ്ഞ് പുറത്തു ചാടുകയും ചെയ്യുന്നത് അതൊരു ചില്ലറ കാര്യമല്ല. ഒരു ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യന് പോലും അസാധ്യമായ ഒരു കാര്യമാണ് ഈ സൗമ്യ കൊലക്കേസിലെ ഈ പ്രതി ചെയ്തിട്ടുള്ളത്. ഈ കൊലക്കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ കോടതി അടക്കം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഇയാൾക്ക് ഇത്തരത്തിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ച് കോടതിയിൽ വിസ്താരമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതിന് ശക്തി പകരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് ഗോവിന്ദച്ചാമിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് വേണം നമുക്ക് സ്ഥിരീകരിക്കാം. അതിനുശേഷം ഇയാൾ അതിവിദഗ്ധമായി ഈ പ്രദേശത്ത് നിന്ന് മുങ്ങുകയായിരുന്നു. പോലീസ് തനിക്ക് കെണി ഒരുക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം, ആളുകൾ തന്നെ മനസ്സിലാക്കി എന്ന് തിരിച്ചറിഞ്ഞ ശേഷം ഇയാൾ വലിയൊരു കാട്ടിലൂടെ അതിവേഗം നടന്നു നീങ്ങിയായിരുന്നു. നമ്മൾ ആ കാട്ടിലൂടെയൊക്കെ പോയതാണ്. ഒരു മനുഷ്യന് അസാധ്യമാണ് ഇത്തരത്തിൽ ആ കാട്ടിലൂടെയൊക്കെ അതിവേഗം നടന്നു നീങ്ങുക എന്ന് പറയുന്നത്. അതിനുശേഷം ഇയാൾ 10 മീറ്ററിലധികം താഴ്ചയുള്ള ഒരു മതിൽക്കെട്ടിൽ നിന്ന് എടുത്തു ചാടുകയും പിന്നീട് അവിടെ നിന്ന് ഒരു കിണറ്റിലേക്ക് ഇറങ്ങുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ വളരെ അവിശ്വസനീയമായ ശാരീരിക ക്ഷമത വേണ്ട ഒരു കാര്യമാണ് അയാൾ ഇന്ന് രാവിലെ ഈ അല്പസമയം മുമ്പ് ചെയ്ത് തീർത്തിരിക്കുന്നതെന്ന് വേണം നമുക്ക് വ്യക്തമാകുന്നു. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ തോതിലെങ്കിലും ആശ്വസിക്കാം. എത്രയും വേഗം തന്നെ ഈ പ്രതിയെ കണ്ടെത്താനായി മറ്റു നടപടികളും പൂർത്തീകരിക്കാനായതിന്റെ ഒരു ആശ്വാസം പോലീസിന്റെ മുഖത്തുമുണ്ട്. എന്നിരുന്നാൽ പോലും ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയെ അതിനെ എങ്ങനെ എത്തരത്തിൽ ന്യായീകരിക്കണം അല്ലെങ്കിൽ എത്തരത്തിൽ പ്രതിരോധിക്കണം എന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോഴും ആശങ്കയിലാണ്. രേണുക. ശരി ജോസഫ്, വ്യക്തമാണ്. രാവിലെ മുതൽ തന്നെ എല്ലാ മാധ്യമങ്ങളും ഈ കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ ഗോവിന്ദച്ചാമിയുടെ പുറകിലാണ്. തെളിവെടുപ്പ് രീതികളിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇയാൾ ഒറ്റയ്ക്ക് ഈ മതിൽ ചാടി കടന്നത് എന്ന് തന്നെ അവിശ്വസനീയമാണ്. ഒരാളുടെ സഹായം ഉണ്ടായോ അല്ലെങ്കിൽ ജയിലിൽ മറ്റാരെങ്കിലും ഇയാൾക്കൊരു സഹായിയായി ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യങ്ങളിലേക്കൊക്കെ എന്തായാലും
ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ആ രീതിയിലേക്കെല്ലാം പോലീസ് എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും 3 ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കേസിൽ ഇപ്പോൾ സെൻട്രൽ ജയിലിൽ ഗോവിന്ദച്ചാമിയെ എത്തിച്ചിട്ടുണ്ട്. ഗോവിന്ദച്ചാമിയെ തെളിവെടുപ്പിനായി സെൻട്രൽ ജയിലിൽ എത്തിച്ചു. തെളിവെടുപ്പ് പൂർത്തിയാക്കാനുള്ള നടപടികളിലേക്കൊക്കെ പോലീസ് കടക്കുകയാണ്. തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കും എന്നാണ് നിലവിൽ ജോസഫ് അഗസ്റ്റിൻ നൽകിയ വിവരങ്ങൾ.